സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ വീണ്ടും ഷ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഷ്യാമ കോൾ അറ്റൻഡ് ചെയ്യുവാണ് കേട്ടോ. ഹലോ. അന്നേരം പറയണേ, മാഡം ഇത് ഞാനാ വരുൺ. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? അതെന്തിനാ അറിഞ്ഞിട്ട്? എനിക്ക് രാധിക കാണണം, എനിക്ക് അങ്ങോട്ട് വരണം, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? അന്നേരം ഷ്യാമ പറയണേ, രാധിക എൻ്റെ കൂടെ ഇല്ല. അന്നേരം പറയണേ, നിങ്ങൾ എന്നോട് കള്ളമൊന്നും പറയണ്ട, രാധിക നിങ്ങളുടെ ഒപ്പം ഉള്ളതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ ഈ സമയം മറുപടിയൊന്നും പറയാതെ ഷ്യാമ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഇതെല്ലാം രാധികയും കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. രാധിക അങ്ങനെ ഷ്യാമയെ നോക്കുവാണ്. അന്നേരം ഷ്യാമ ചോദിക്കുക, അല്ല വരണെന്താ മോളെ കാണാനായിട്ട് ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്? ഇപ്പോൾ വരണ എന്നെ വിളിച്ചത് നമ്മൾ എവിടെയാണെന്ന് അന്വേഷിച്ചു. ഇതിനിപ്പോൾ മ്യൂസിക് സ്കൂളിലും ചെന്നിരുന്നു. അമൃതയോടും ബഹളം വെച്ചു എന്നാണ് പറഞ്ഞത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം മോളെ? അന്നേരം രാധികയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ടെൻഷനോട് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കേട്ടോ ജയന്തി പായസമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ പായസത്തിൻ്റെ ഗ്ലാസ് അവിടെ വെക്കുവാണ്. അന്നേരം ഷ്യാമ ചോദിക്കുന്നുണ്ട്, അല്ല ജയന്തി രാമാന്ദ്രനോട് പോയതാ? ഒന്നും പറയണ്ട മാഡം, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുടെ പണം മേടിച്ച കാര്യം, അത് കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചില. എവിടുന്ന് പണമൊക്കെ കുറച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് പോയതാ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തിരിക്കോട്ടോ രാമചന്ദ്രൻ ഒരാളുടെ ബൈക്കിന് കയറി അവിടെ എത്തുന്നത്. അങ്ങനെ അയാളകത്തേക്ക് കയറി വരുക. മാഡം. അന്നേരം ക്ഷമ പറയണേ, രാമചന്ദ്രൻ ആരുടെയോ പൈസ തിരികെ കൊടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നെന്ന് ജയന്തി പറഞ്ഞു. അയ്യോ ഇവളതൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല മാഡം, ചെറിയ ചില പൈസയൊക്കെ പാരാളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം കൊടുത്തു വിട്ടാനുള്ളൊരു ചെറിയൊരു പാഴ്സൽ, അത്രേ ഉള്ളൂ. അല്ല, ജയന്തി പറഞ്ഞ 50,000 രൂപയല്ലാതെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? വേറെ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ കൊള്ളാന്നേ. ഈ സമയം ജയന്തി പറഞ്ഞേ, മാഡം പായസം കുടിക്ക് മോളെ, പായസം കുടിക്ക്. അന്നേരം ക്ഷമ പറയണേ, പായസമൊക്കെ കുടിക്കാം, അതിനു മുമ്പ് 1 മിനിറ്റ് ഒരു കാര്യം എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ക്ഷമ അകത്തേക്ക് പോകുവാണ്. എന്നിട്ട് 25 ലക്ഷം രൂപയുടെ ഒരു ചെക്കുമായിട്ടാണ് ഇപ്പോൾ ക്ഷമ വരുന്നത്. ആ ചെക്ക് ജയന്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇത് കുറച്ച് പൈസയുണ്ട്, കുറച്ച് മുമ്പേ തന്നെ തരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ അപ്പം സമയം കിട്ടിയില്ല, തിരക്കുകളും മറ്റു പല കാര്യങ്ങളിലും പെട്ടുപോയി. ഇപ്പോൾ ഇത് കൈയോട് തന്നെ അങ്ങ് തരാമെന്ന് വിചാരിച്ചു. ഞാൻ ജയന്തിനെ രാമചന്ദ്രനെ കാണുന്നത് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പുള്ള പോലെ തന്നെയാണ്. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ഇതിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത് ഉള്ള കടമൊക്കെ വീട്ടുക. പിന്നെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിന് കുറേ പണികൾ തീരാനൊക്കെ ഇല്ലേ, അതെല്ലാം തീർത്ത് വീടും നല്ല രീതിയിലാക്കുക. അയ്യോ മാഡം ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് രാമചന്ദ്രൻ പറയണേ. അന്നേരം ക്ഷമ പറയണേ, ഞാൻ സന്തോഷത്തോടെ വരുമല്ലേ, പിന്നെ മൂത്ത മോളുടെ കല്യാണപ്രായമൊക്കെ എത്തിയില്ലേ, അവൾക്കും നല്ലൊരു ബന്ധം ആലോചിക്ക്, നല്ലൊരു പയ്യൻ വരട്ടെ, നമുക്ക് കല്യാണം ആർഭാടമായിട്ട് വേണ്ട പോലെ തന്നെ നടത്താന്നേ. അങ്ങനെ ക്ഷമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ജയന്തിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. ഇത്രയും നല്ല മനസ്സുള്ള ഷ്യാമേനെ രാധിക്കാനും ചതിക്കാനാണല്ലോ താൻ ഐശ്വര്യക്കൊപ്പം കൂട്ടുന്നതെന്നോർത്ത് ജയന്തിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുവാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് ജയന്തി. ഈ സമയം ക്ഷമ പറയണേ, എന്താണെങ്കിലും അമ്പലത്തിൽ ഭഗവാന്റെ മേടിച്ചുകൊണ്ടുവന്ന പ്രസാദമല്ലേ, നിങ്ങൾക്ക് കുടിയുള്ളതും കൂടി എടുക്ക്. അന്നേരം ജയന്തി പറഞ്ഞേ, ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണോ? എന്നാൽ സാരമില്ല, നമുക്കിതിന് ഷെയർ ചെയ്യാം. ജയന്തി പോയി 2 ഗ്ലാസ് കൂടി എടുത്തിട്ട് വാ. ചെല്ല് ജയന്തി. അന്നേരം രാമചന്ദ്രൻ പറഞ്ഞേ, നീ എന്താ നോക്കി നിൽക്കുന്നത്, വേഗം ചെല്ല്. അങ്ങനെ ജയന്തി അടുക്കളയിലേക്ക് പോയി 2 ഗ്ലാസും കൂടി എടുക്കുവാണ്. എന്നിട്ട് ജയന്തി കയ്യിലുള്ള 25 ലക്ഷത്തിൻ്റെ ചെക്കും നോക്കുവാണ്. എന്ത് ചെയ്യും എന്നറിയാതെ ജയന്തിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. വലിയ തെറ്റാണ് താൻ ചെയ്തത്, എങ്ങനെ ഇതിന് പ്രായശ്ചിത്തം ചെയ്യും എന്നോർത്ത് ടെൻഷനോട് കൂടി നിൽക്കുവാണ് ജയന്തി. ഈ സമയം ജയന്തി ഗ്ലാസ്സുമായിട്ട് തിരികെ എത്തുവാണ്. അങ്ങനെ ശ്യാമ രാധികയുടെ പായസത്തിൽ നിന്ന് പകുതി എടുത്ത് ജയന്തിക്കായിട്ട് ഒരു ഗ്ലാസ്സിലും, അതുപോലെ ശ്യാമക്ക് കൊണ്ടുവന്ന പായസത്തിൽ നിന്ന് പകുതി എടുത്ത് രാമചന്ദ്രൻ്റെ കയ്യിൽ ഒഴിക്കുവാണ്. ശേഷം ജയന്തിയുടെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തിട്ട് പറയണേ, ഇതാ ജയന്തി പിടിക്ക്, ഇനി രാധിക മോളും പിടിക്ക് എന്ന് പറഞ്ഞ് രാധികക്കും കൊടുക്കുവാണ്. പിന്നീട് രാമചന്ദ്രനും ശ്യാമയും കൂടി കുടിക്കാനെടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ജയന്തിയാണെങ്കിൽ കുടിക്കാതെ ഇങ്ങനെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. അന്നേരം രാമചന്ദ്രൻ പറഞ്ഞേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, കുടിക്കടി. അങ്ങനെ പെട്ടെന്ന് ജയന്തിയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോകുക. എന്താ നീ കാണിച്ചത്? അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ അങ്ങ് സ്ലിപ്പായിപ്പോയി. പോട്ട് രാമേന്ദ്ര, അറിയാതെ പറ്റിയതല്ലേ. പിന്നീട് രാധിക പായസം കുടിക്കാനായിട്ട് തുടങ്ങുമായിരിക്കും. ഇത് കാണുന്നതും ജയന്തി ഓടി വന്ന്, അയ്യോ മോളെ കുടിക്കല്ലേ എന്നും പറഞ്ഞ് ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുവാണ്. ഇതുകൊണ്ട് എല്ലാവരും അങ്ങ് ഭയന്ന് നിൽക്കുവാണ്. അതിൽ വിഷമുണ്ടായിരുന്നു മോളെ. അത് കേൾക്കുന്നതും ഷ്യാമയും രാമേന്ദ്രനും രാധികയൊക്കെ അങ്ങ് ഞെട്ടി വിറച്ച് നിൽക്കുവാണ്. ജയന്തി നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് രാമേന്ദ്രൻ ചോദിക്കുക. ഈ സമയം ജയന്തിക്ക് അറിഞ്ഞുകൊണ്ട് ഷ്യാമയുടെ കാൽക്കൽ വീണ് എല്ലാ തെറ്റുകളും ഏറ്റു പറയണേ, ക്ഷമിക്കണം മാഡം, എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാ ഐശ്വര്യ. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അതെല്ലാം കേൾക്കുന്നതും ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം ദേഷ്യം കയറിയ രാമചന്ദ്രൻ ജയന്തിയെ പിടിച്ച് തലങ്ങും വിലങ്ങും തല്ലുവാണ്. അതുകൊണ്ട് ഭയന്ന് നിൽക്കുവാണ് കേട്ടോ രാധികയും. അങ്ങനെ രാമേന്ദ്രനാണെങ്കിൽ ദേഷ്യം തീരുന്നത് വരെ ജയന്തിയെ മാറി മാറി തല്ലുവാണ് കേട്ടോ. ഈ സമയം ശ്യാമ രാമേന്ദ്രനെ തടയണേ, വേണ്ട
ഒന്നും ചെയ്യണ്ട, ഇവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവരുണ്ടല്ലോ. ഈ സമയം ജയന്തി കരഞ്ഞുകൊണ്ട് ആ ഒരു 25 ലക്ഷത്തിൻ്റെ ചെക്ക് ശ്യാമക്ക് നേരെ തന്നെ തിരികെ നീട്ടുക. ഇതാ മാഡം. അന്നേരം ശ്യാമ പറയണേ, വേണ്ട, ഇത് നീ തന്നെ വെച്ചോ. എന്നിട്ട് ശ്യാമ നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. രാധികയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ ഭയന്ന് നിൽക്കുമായിരിക്കും. അന്നേരം ശ്യാമ ആണെങ്കിൽ കണ്ണ് നിറഞ്ഞ് ഓടിച്ചെന്ന് രാധികയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടക്കുക. എന്നിട്ട് പറയണേ, എൻ്റെ മോള്, ദൈവം എൻ്റെ മോളുടെ കൂടെയുണ്ട്, ദൈവം എല്ലാ ആപത്തിൽ നിന്നും എൻ്റെ മോളെ രക്ഷിക്കും, അതിൻ്റെ സൂചനയായത് എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ദേവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെയാണ് കേട്ടോ. ഈ സമയം ബോധാവസ്ഥയിലും ദേവൻ രാധിക 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 മോള് എന്നൊക്കെ പറയുവാണ്. ഇതേസമയം പുറത്ത് ദേവൻ്റെ അവസ്ഥ എന്തായെന്നറിയാതെ ടെൻഷനോടെ കാത്തിരിക്കുമായിരിക്കും യശോദയും മുത്തശ്ശിയൊക്കെ. അന്നേരം ഡോക്ടേഴ്സ് പുറത്തേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് യശോദയോട് പറയുന്നുണ്ട്, ദേവന് ഇതുവരെ ബോധം വന്നിട്ടില്ല, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അല്ല അതിരിക്കട്ടെ, ആരായി രാധിക? അത് ഞങ്ങളുടെ മോളാണ്. ഓ, ദേവൻ ഇതുവരെ പഴയ ഓർമ്മയിലേക്കൊന്നും തിരികെ വന്നിട്ടില്ല, പക്ഷേ അബോധാവസ്ഥയിലും മോളുടെ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? അന്നേരം മുത്തശ്ശി പറയണേ, അവൾ വീട് വിട്ട് പോയതാ. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയണേ, നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ കുട്ടിയുടെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ദേവന് അത് റിക്കവറിയിലേക്ക് കൂടുതൽ ചാൻസ് കൊണ്ടുവരും. പേഷ്യൻറ്റിനെ നല്ല മെച്ചപ്പെടാൻ അത് ഉപകാരമായിരിക്കും, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അത് കേൾക്കുന്നത് യശോദ ഫോൺ എടുത്ത് ഫിദ മാഡത്തെ വിളിക്കാനായിട്ട് തുടങ്ങുമായിരിക്കും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുക? ഫിദ മാഡത്തെ വിളിക്കാനായിട്ട്. രാധികമ്മളോട് ഈ കാര്യം പറയണ്ടേ? വേണ്ട, പറയണ്ട. ഇനി വിവരങ്ങൾ അറിഞ്ഞ് അവൾ ഇവിടെ വന്നാലും ദേവനെ കാണാനായിട്ട് ഞാൻ അവളെ സമ്മതിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പുകഞ്ഞ വള്ളി പുറത്തും. അവളെ ഇനി ഇവിടെ നിന്ന് അകറ്റി നിർത്താൻ ഇതിലും നല്ല അവസരം വേറെയില്ല. അമ്മേ, ഇങ്ങനൊരു അവസ്ഥയിലും ഇതുപോലെ പ്രതികാരം വെച്ച് പുലർത്തല്ലേ? ദേവേട്ടൻ്റെ അവസ്ഥ ഡോക്ടർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ? നീ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കണ്ട. രാധിക മരിച്ചാലും ദേവനെന്താ ജീവിക്കണ്ടേ? എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഈ ഹോസ്പിറ്റലിൽ വന്ന് അവൾ എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, അവളെ ഞാൻ ദേവനെ കാണാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ മുത്തശ്ശി ഉറപ്പിച്ച് പറയുവാണ് കേട്ടോ. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായിട്ട് നിൽക്കുവാണ് യശോദ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ സമയം അയാളോട് എത്തുവാണ്. ചേട്ടൻ നമ്പറൊക്കെ ട്രാക്ക് ചെയ്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ ആ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുൺ പറഞ്ഞതനുസരിച്ച് അയാൾ ഫിദയുടെ നമ്പർ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തുവാണ്. എന്നിട്ട് വരുണിനോട് പറയണേ, വരുൺ, നീ തന്ന നമ്പറൊക്കെ ഞാൻ ട്രാക്ക് ചെയ്തു, അതിപ്പോൾ കോളിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിനടുത്തായിട്ടാണ് കാണുന്നത്, ബീച്ചിൻ്റെയും റിസോർട്ടിൻ്റെയൊക്കെ ഒരടുത്താം. ഓ, താങ്ക് യു സോ മച്ച് ഡാ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പോലീസുകാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നീ അത്ര റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത്. അല്ല അതിരിക്കട്ടെ, നീ തന്ന നമ്പർ ആരുടേതാണെന്നാണ് പറഞ്ഞത്? ഫിദ എന്ന് അവരുടെ പേര്. പക്ഷേ ഞാൻ ട്രേസ് ചെയ്തപ്പോൾ കണ്ടത് ഫിദയുടെ പേരിലായിരുന്നില്ല, സിംഗർ ശ്യാമ മേഡത്തിൻ്റെ പേരിലായിരുന്നു ആ സിമ്മ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം, അവിടെ കോളിയൂറിനടുത്ത് ശ്യാമ മേഡത്തിന് അവധിക്കാലമൊക്കെ ആസ്വദിക്കാൻ പോകുന്ന ഒരു വീടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ശ്യാമ മേഡത്തിൻ്റെ കടുത്ത ആരാധകനാ. അവൻ പറഞ്ഞതനുസരിച്ചാണ് അവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അന്നേരം പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും അവിടെ തന്നെ ഉണ്ടാകും. എനിവേ, താങ്ക് യു സോ മച്ച് ഡാ. ഈ ഉപകാരത്തിന് പകരം നിനക്ക് ഞാൻ അവസരം കിട്ടുമ്പോൾ എന്തായാലും ഒരു ഹെൽപ്പ് ചെയ്തോളാം, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. ഈ സമയം വരുണിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് വരുന്നേരം മുത്തശ്ശിയെ വിളിക്കുക. അന്നേരം മുത്തശ്ശി കോൾ എടുത്തിട്ട് ചോദിക്കണേ, എവിടെയാടാ വരുൺ നീ? മുത്തശ്ശി, ഞാൻ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ രാധികയുടെ അരികിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. രാധിക എവിടെയുള്ളതെന്ന് ഞാൻ കണ്ടെത്തി. സത്യമാണോ? അതേ മുത്തശ്ശി, ഫിദ മാഡത്തിൻ്റെ ടവർ ലൊക്കേഷൻ വെച്ച് അവരിപ്പോൾ എവിടെയുള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. കോളിയൂറിനടുത്താണ്. നീ ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെടാൻ പോകുവാണോ? പിന്നെ അല്ലാതെ, ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടും. രാധികയെ കാണും. ഞാൻ തിരിച്ചു വരുന്നത് രാധികയും കൂട്ടിയായിരിക്കും. പിന്നെ മുത്തശ്ശി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫിദ മാഡം ഉപയോഗിക്കുന്ന ഫോണുണ്ടല്ലോ, ആ ഫോണിൻ്റെ സിം എടുത്തിരിക്കുന്നത് ശ്യാമ മാഡത്തിൻ്റെ പേരിലാണ്. അന്നേരം മുത്തശ്ശി പറയണേ, അതിനിപ്പോൾ എന്താണ് കുഴപ്പം? ശ്യാമ മാഡത്തിൻ്റെ സ്റ്റാഫല്ലേ ഫിദ മാഡം. ഇപ്പോൾ എൻ്റെ ഫോൺ തന്നെ നിൻ്റെ പേരിലല്ലേ സിം ഇരിക്കുന്നത്. അതൊന്നും വലിയ കാര്യമില്ല. നീ എന്താണെങ്കിലും എത്ര പെട്ടെന്ന് രാധികയുടെ അരികിലേക്ക് ചെല്ലും. ശരി മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് രാധികയെ കാണാനായിട്ട് കോളിയൂരിലേക്ക് പുറപ്പെടുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്